ചേളന്നൂർ ആലങ്കോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ തിറ മഹോത്സവം നടന്നു. കരിങ്കുട്ടിച്ചാത്തൻ, പൂക്കുട്ടിച്ചാത്തൻ, ഭഗവതി തിറ, ഗുരുദേവൻ തിറ എന്നിവ കൊണ്ട് ക്ഷേത്രാങ്കണം സമ്പന്നമായപ്പോൾ ഭക്തരും ഭയഭക്തി ബഹുമാനത്തോടെ സാന്നിധ്യം അറിയിച്ചു. ഭഗവതി തിറയാട്ടം ഭക്തർക്ക് എന്നും വേറിട്ട അനുഭവമാണ്. ഭദ്രകാളി, നാഗകാളി, തീച്ചാമുണ്ടി തുടങ്ങിയ ദേവീഭാവ കോലങ്ങളും കരുമകൻ, കരിയാത്തൻ, കരിവില്ലി, ഭൈരൻ, കുട്ടിച്ചാത്തൻ, വീരഭദ്രൻ തുടങ്ങിയ ദേവഭാവത്തിലുള്ള കോലങ്ങളും തിറയാട്ടത്തിലുണ്ട്. കുട്ടിച്ചാത്തൻ തന്നെ പലവിധമുണ്ട്. കരിങ്കുട്ടിച്ചാത്തൻ, പൂക്കുട്ടിച്ചാത്തൻ, തീക്കുട്ടിച്ചാത്തൻ, പറക്കുട്ടിച്ചാത്തൻ, ഉച്ചക്കുട്ടിച്ചാത്തൻ. തീക്കുട്ടിച്ചാത്തൻ അരയിൽ 16 പന്തം കെട്ടി രൗദ്രഭാവത്തിലാടും. പൂക്കുട്ടിച്ചാത്തൻ സൗമ്യമാണ്. അനുഷ്ഠാനങ്ങളാൽ സമ്പന്നമായ തിറയാട്ടത്തിൽ ചെണ്ട, ഇലത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത്. കോലങ്ങൾ പ്രതീകാത്മക ആയുധങ്ങൾ പ്രയോഗിച്ച് ചുവടുകൾ വയ്ക്കുമ്പോൾ ഭക്തർ ദേവീ മന്ത്രങ്ങൾ ഉരുവിടുന്നു. ചൂട്ടുകൾക്കൊപ്പമാണ് തിറക്കോലങ്ങൾ ചടുല നൃത്തം ചെയ്യുന്നത്. ഇരുകൈകളിലും ശരീരഭാഗങ്ങളിലും കത്തിച്ച ചൂട്ടുമായി മേളത്തിനൊപ്പം നൃത്തവും ആയോധന മുറകളും പ്രദർശിപ്പിക്കുന്നത് തികഞ്ഞ അനുഷ്ഠാനങ്ങളോടെയാണ്. തെയ്യം, തിറ രണ്ടു പേരാണെങ്കിലും തുല്യാർത്ഥമാണ് രണ്ടിനും. കണ്ണൂരിലും കാസർഗോഡും തെയ്യം എന്ന് വിളിക്കുന്നു. വടകര, കൊയിലാണ്ടി മേഖലയിൽ ഇത് തിറയാകും. കോഴിക്കോട് മേഖലയിൽ തിറയാട്ടം എന്നാണ് അറിയപ്പെടുക. തെയ്യവും തിറയും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ചില്ലറ വ്യത്യാസങ്ങൾ മാത്രം ചിലയിടങ്ങളിൽ കാണാം. കോഴിക്കോട് മേഖലയിലെ തിറയാട്ടത്തിന് വടക്കൻ മേഖലയിലെ തിറയുമായി ചില വ്യത്യാസങ്ങളുണ്ട്. വേഷത്തിലും ചമയത്തിലും ആട്ടത്തിലുമെല്ലാം ഈ വ്യത്യാസം കാണാം. ദൈവം എന്ന പദത്തിൽ നിന്നുണ്ടായതാണ് തെയ്യം. തറകളിൽ വെച്ചാടുന്നതാണ് തിറയായതെന്നും പറയപ്പെടുന്നു. കാവു പാരമ്പര്യത്തോളം പഴക്കമുള്ള ഒരു ഗോത്രവർഗ കലാരൂപമാണ് തിറ. തെക്കൻ മലബാറിന്റെ തനത് കലാരൂപവുമാണ്. ദേവതകളുടെയും മൺമറഞ്ഞു പോയ വീരയോദ്ധാക്കളുടെയും കോലം കെട്ടിയാടുന്ന അനുഷ്ഠാന കലാരൂപമാണ് തിറ എന്ന് തന്നെ പറയാം. തിറ എന്ന വാക്കിന് ദൈവദർശനമെന്നും ആത്മസമർപ്പണമെന്നും ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. തറ എന്ന പദത്തിൽ നിന്നാണ് തിറ എന്ന വാക്കിന്റെ ഉത്ഭവവും എന്നും പറയാറുണ്ട്. പണ്ട് തറവാട്ട് കാരണവന്മാർ ഒത്തുകൂടിയ സ്ഥലം തറയെന്നും ഇവിടെ കെട്ടിയാടുന്ന ദൈവിക രൂപത്തിലുള്ള കോലങ്ങളുടെ ആട്ടത്തെ തിറയാട്ടം എന്നും പറയുന്നു. തിറ എന്നാൽ തിളക്കമെന്നും പ്രകാശമെന്നുമാണ് അർത്ഥം. രാത്രിയിൽ ചൂട്ടുവെളിച്ചത്തിന്റെ കീഴിൽ വൈവിധ്യമാർന്ന വേഷങ്ങൾ കെട്ടിയാടുന്ന വർണ്ണാഭമായ ആട്ടമെന്നും പൂർവികർ തിറയെ വിശേഷിപ്പിക്കുന്നുണ്ട്. ധനുമാസത്തിൽ തുടങ്ങി മേടമാസം വരെയുള്ള കാലയളവാണ് തിറയാട്ടക്കാലം എന്നറിയപ്പെടുന്നത്. കോഴിക്കോട്, മലപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തിറയാട്ടം നടത്തിവരുന്നത്. കാവുകളും തറവാട്ട് ക്ഷേത്രങ്ങളും സ്ഥാനങ്ങളും കേന്ദ്രീകരിച്ചാണ് തിറകൾ അരങ്ങേറുന്നത്. പ്രാചീന ആരാധനകളായ വൃക്ഷാരാധന, നാഗാരാധന, വീരാരാധന തുടങ്ങിയവയെ അനുസ്മരിക്കുന്ന ദേവീപ്രീതികരമായ കലാരൂപവുമാണ്. തെയ്യം, പടയണി, കോള തുടങ്ങിയ അനുഷ്ഠാനങ്ങളുമായി സാമ്യമുള്ള തിറയ്ക്ക് വള്ളുവനാട്ടിലെ പൂതനും തിറയുമായി യാതൊരു ബന്ധവുമില്ല എന്നും പറയുന്നു. പെരുവണ്ണാൻ സമുദായത്തിനാണ് തിറ കെട്ടാനുള്ള അവകാശമുള്ളത്. ഇതിനൊരു ഐതിഹ്യവുമുണ്ട്. അത് മുത്തപ്പനുമായി ബന്ധപ്പെടുത്തിയതാണ്. ഒരു ദിവസം കുളത്തിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന പെരുവണ്ണാൻ മുത്തപ്പന്റെ അസ്ത്രം കണ്ടു. തന്റെ അസ്ത്രം ആദ്യമായി കണ്ടത് പെരുവണ്ണാനായതുകൊണ്ട് തന്റെ കോലം കെട്ടിയാടാനുള്ള അനുഗ്രഹവും മുത്തപ്പൻ പെരുവണ്ണാന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് പെരുവണ്ണാൻ സമുദായത്തിന് തിറകെട്ടാനുള്ള അവകാശം വന്നതെന്ന് പറയുന്നു. ഈ സമുദായത്തെ കൂടാതെ പാണർ, കുളനാടി, മുന്നൂറ്റാൻ തുടങ്ങിയ സമുദായക്കാരും തിറകെട്ടിയാടാറുണ്ട്.